സൂര്യപ്രഭയിൽ വെച്ചിട്ട് ജയസൂര്യയോട് പറയാണ്, എനിക്കിപ്പോൾ ഭാവനയോട് ഒന്നും എൻ്റെ മനസ്സിലില്ല. നിന്റെ ഭാര്യയായിട്ട് അവൾ വീട്ടിൽ കയറി വന്ന നിമിഷം മുതൽ ഞാൻ പഴയതെല്ലാം മറന്നു. ദൈവം നിങ്ങളെ ഒന്നാക്കിയപ്പോൾ ഒരു കാര്യം എനിക്ക് മനസ്സിലായി, നമ്മൾ തീരുമാനിക്കുന്നതല്ല ജീവിതമെന്ന്. സത്യം പറഞ്ഞാൽ ജോത്സ്യന് പറഞ്ഞതെല്ലാം ഭാവന അറിഞ്ഞു എന്നറിഞ്ഞപ്പോൾ ആ നിമിഷം തന്നെ മരിച്ചു പോയാൽ മതി എന്നിവരെ ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. അത്രമാത്രം എനിക്ക് എന്നോട് തന്നെ വെറുപ്പ് തോന്നിയിരുന്നു. അപ്പോൾ സൂര്യ പറയാൻ, ഒരു തിരിച്ചറിവ് എന്തുകൊണ്ടും നല്ലതാണ് അമ്മേ. അതുകൊണ്ടായിരിക്കും അവസാന നിമിഷം ഭാവനയെ എനിക്ക് തിരിച്ചു കിട്ടിയത്. അമ്മയ്ക്കറിയോ, ഞാൻ മാനസിക വിവാഹം കഴിച്ചിരുന്നെങ്കിൽ ഒരിക്കലും എനിക്കൊരു ദാമ്പത്യ ജീവിതം ഉണ്ടാകുമായിരുന്നില്ല. അതായിരുന്നു എൻ്റെ തീരുമാനം. എൻ്റെ ലോകം ഭാവനയായിരുന്നമ്മേ. അതുകൊണ്ട് തന്നെ അവൾ നഷ്ടപ്പെടുന്ന ആ നിമിഷം മുതൽ ഞാനൊരു മനോരോഗിയുടെ അവസ്ഥയിലേക്ക് പോകുമായിരുന്നു. ഒടുവിൽ എല്ലാം അറിയാമായിരുന്ന ഈശ്വരൻ ഞങ്ങളുടെ കണ്ണുനീര് കണ്ടു. അതുകൊണ്ടാണ് അവസാന നിമിഷത്തിലെങ്കിലും ഭാവനയെ എനിക്ക് കിട്ടിയത്. കഴിഞ്ഞതെല്ലാം കഴിഞ്ഞമ്മേ, ഇനി നമുക്കൊരു പുതിയ ജീവിതം തുടങ്ങാം. അവിടെ ഞാനും അമ്മയും അച്ഛനും ഭാവനയും മാത്രം മതി. മറ്റാരും നമ്മുടെ ആ കൊച്ചു കുടുംബത്തിലേക്ക് വേണ്ട. പിന്നെ നമ്മുടെ ആ കുഞ്ഞും. അമ്മ നോക്കിക്കോ, ഞാൻ ഈ പറഞ്ഞത് അക്ഷരം പ്രതി നടക്കും. അല്ലെങ്കിൽ ഞാൻ നടത്തും. ആദ്യം അമ്മ ഒന്ന് സുഖമായിട്ട് ഇവിടെ നിന്നും ഇറങ്ങിക്കോട്ടെ. പിന്നെ മാനസിയുടെ കാര്യം, അവൾക്ക് നമ്മളെന്തായാലും നമ്മുടെ വീട് കൊടുക്കുന്നുണ്ട്. പിന്നെ അവൾക്ക് പറ്റിയ നല്ലൊരു പയ്യനെ കണ്ടുപിടിച്ച് അവരുടെ വിവാഹം നടത്തണം. പിന്നെ അവരായി അവരുടെ പാടായി. ഇങ്ങനെയൊക്കെ സൂര്യ പറയാട്ടെ ജയയോട്. അപ്പോൾ അവർ തിരിച്ചു പറയുന്നുണ്ട്, നീ പറഞ്ഞതൊക്കെ എനിക്ക് മനസ്സിലായി. എൻ്റെ മനസ്സിൽ ആരോടും ഒരു ദേഷ്യവും വെറുപ്പൊന്നുമില്ല. ഇങ്ങനെയൊക്കെ ജയ പറഞ്ഞിട്ട് ഇങ്ങനെ എന്തൊക്കെയോ ആലോചിച്ച് നോക്കി നിൽക്കാൻ കേട്ടോ. പിന്നീട് ഭാവനയുടെ ഫോണിലേക്ക് മായ വിളിക്കുകയാണ്. നീ എവിടെ എന്ന് മായ അന്വേഷിക്കുന്നുണ്ട്. അപ്പോൾ ഭാവന, ഞാൻ സൂര്യപ്രഭയിലാണ്. എന്താ മായച്ചി എന്തിനാ കരയുന്നത് എന്നൊക്കെ ചോദിക്കാൻ കേട്ടോ. അപ്പോൾ മായ പറയുന്നുണ്ട്, നീ വേഗം വീട്ടിലേക്ക് വാ, എനിക്ക് നിന്നോട് കാര്യങ്ങളൊക്കെ പറയാനുണ്ട് എന്ന്. അപ്പോൾ ഭാവന ചോദിക്കുന്നുണ്ട്, മായച്ചി വെറുതെ ടെൻഷൻ എടുപ്പിക്കാതെ കാര്യം പറയുന്നത്. അപ്പോൾ മായ പറയുന്നുണ്ട്, സേതുവേട്ടനെ പോലീസ് പിടിച്ചുകൊണ്ട് പോയി. അപ്പോൾ ഭാവന എന്തിന് എന്ന് ചോദിക്കുന്നുണ്ട്. ഭരത് സേതുവേട്ടനെതിരെ കേസ് കൊടുത്തിട്ടാണ് പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയതെന്ന് പറയാൻ കേട്ടോ. അപ്പോൾ ഭാവന എന്താണ് കാര്യം എന്ന് തിരക്കുന്നുണ്ട്. അങ്ങനെ മായ സംഭവിച്ച കാര്യങ്ങളൊക്കെ തുറന്ന് പറയാൻ കേട്ടോ ഭാവനയോട്. എല്ലാം കേട്ടതിന് ശേഷം ഭാവന പറയുന്നുണ്ട്, ഭരത്തിന്റെ കാര്യം അവിടെ നിൽക്കട്ടെ മായച്ചി, അവനിപ്പോൾ മറ്റൊരു ലോകത്താണ്. ആദ്യം നമുക്ക് സേതുവേട്ടനെ ജയിലിൽ നിന്ന് ഇറക്കണം. അതിനുള്ള വഴി നോക്കാം. അപ്പോൾ മായ പറയുന്നുണ്ട്, മതിയായ ഭാവന, അവൻ എന്തൊക്കെയാണ് എന്നെ പറയുന്നതെന്ന് അറിയോ? ഭാവന പറയുന്നുണ്ട്, അവൻ എന്നെ എന്തൊക്കെയാണ് പറഞ്ഞത് എന്ന് മായച്ചിക്ക് നന്നായിട്ട് അറിയാവുന്നതല്ലേ. എന്തായാലും ഞാൻ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് അവിടെ വരാമെന്ന് പറയാം കേട്ടോ. അപ്പോൾ മായ പറയുന്നുണ്ട്, ആദ്യം നീ ഇവിടെ ഒന്ന് വാ ഭാവന, എന്നിട്ട് പോകാമെന്ന്. അങ്ങനെ ഭാവന ശരിയെന്ന് പറയാം കേട്ടോ. പിന്നീട് കാണിക്കുന്നത് അംബാലികയുടെ വീടാണ് കേട്ടോ. അവിടെ അംബാലികയും അനിരുദ്ധനും സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ അനിരുദ്ധൻ പറയുന്നുണ്ട്, തൽക്കാലം നീ ഭരതിനോട് അരുന്ധതി അവൻ്റെ വീട്ടിലേക്കാണ് പോയതെന്ന് പറയണ്ട. അപ്പോൾ അംബാലിക പറയുന്നുണ്ട്, പിന്നെ എന്ത് പറയും, അവൻ ചോദിക്കും എന്തെങ്കിലും കല്ലം പറഞ്ഞാൽ മതി എന്ന് അനിരുദ്ധൻ പറയാട്ടോ. പിന്നീട് അംബാലിക പറയുന്നുണ്ട്, ആ സേതുവിനിട്ട് നല്ലവണ്ണം കിട്ടണം, എന്നിട്ട് ഒരു ദിവസമെങ്കിലും അവനകത്ത് കിടക്കണം. ഇത് കേൾക്കുമ്പോൾ അനിരുദ്ധൻ ചിരിക്കാൻ കേട്ടോ. ഒരു ദിവസമല്ല അമ്പേ, ഒരു മാസം തന്നെ അവനകത്ത് കിടക്കണം, എന്നാലേ അവൻ ലോക്കപ്പിന്റെ ചൂടറിയൂ എന്ന് പറയാൻ കേട്ടോ. ആ സമയത്ത് ഭരത് ധൃതിയിൽ നിന്ന് മേലെ താഴേക്ക് ഇറങ്ങി വരികയാണ്. എന്നിട്ട് അംബാലികയോട് ചോദിക്കുന്നുണ്ട്, അരുന്ധതി എവിടെ പോയതാ, വിളിച്ചിട്ട് കിട്ടുന്നില്ലല്ലോ. അപ്പോൾ അംബാലിക പറയാണ്, അവൾ അവളുടെ ഫ്രണ്ടിന്റെ വീട്ടിൽ പോയതാണെന്ന്. ഞാൻ കരുതി അവൻ സേതുവേട്ടനെതിരെ പരാതി കൊടുത്തത് കൊണ്ട് എന്നെ കളിപ്പിക്കാൻ വേണ്ടി ഒളിച്ചു നിൽക്കുകയായിരിക്കുമെന്ന്. അപ്പോൾ അംബാലിക പറയണേ, അവൾക്ക് അങ്ങനെ ദേഷ്യം വന്നില്ല, അതൊക്കെ അവൾ അപ്പോൾ തന്നെ വിട്ടു എന്ന് പറയാണ്. അങ്ങനെ ഭരത് അവിടെ നിന്ന് പോവാൻ കേട്ടോ. അപ്പോൾ അരുന്ധതി ചോദിക്കുകയാണ്, എന്താണ് അവൾക്ക് അവൻ്റെ വീട്ടുകാർ ഇത്രയും വലിയ സ്നേഹം? അപ്പോൾ അംബാലിക പറയാണ്, അന്ന് ഇവിടുന്ന് ഒളിച്ചോടി പോയപ്പോൾ അഭയം കൊടുത്തത് അവരല്ലേ, അതിൻ്റെ കൂറായിരിക്കും. എന്തായാലും ഇന്നത്തോടെ സേതുവും ഭരതും തമ്മിൽ തെറ്റിയല്ല, അത് മതി എനിക്ക് എന്ന് പറയാണ് അംബാലിക. പിന്നീട് കാണിക്കുന്നത് പോലീസ് സ്റ്റേഷനാണ്. അവിടെ എസ് ഐ പറയുന്നുണ്ട്, സേതു ഈ പറഞ്ഞു കേട്ട സത്യമാണെങ്കിൽ ഭരത്തിനെതിരെ സേതുവും ഒരു കംപ്ലൈൻറ്റ് കൊടുക്കണം. വേണ്ട സർ, അത് അവൻ്റെ ജോലിയെ ബാധിക്കും. അവനെ കൊണ്ട് മനഃപൂർവ്വം അംബാലികാൻ്റെ ചെയ്യിച്ചതാണ് ഇതെല്ലാം. അപ്പോൾ എസ് ഐ ചോദിക്കുന്നുണ്ട്, അപ്പോൾ സേതു ഭരത്തിനെ തല്ലിയില്ല എന്നാണ്? അപ്പം സേതു പറയാണ്, ഞാൻ തല്ലി, പക്ഷെ അതത്ര ക്രൂരമായ തല്ലലൊന്നും അല്ലായിരുന്നു. എന്തായാലും ഞാൻ ഭാവനയോട് വരാൻ പറഞ്ഞിട്ടുണ്ട്. FIR ഇടുന്നതിന് മുൻപ് അവൾക്കെതിരെ ചെയ്യാൻ കഴിയുമെങ്കിൽ ചെയ്യട്ടെ എന്ന് പറയാട്ടോ എസ് ഐ. പിന്നീട് മറ്റു പോലീസുകൾ പറയുന്നുണ്ട്, തൽക്കാലം ഇയാളെ ലോക്കപ്പിലാക്കൂ എന്ന് പറഞ്ഞിട്ട് സേതുവിനെ ലോക്കപ്പിൽ അടക്കാൻ കേട്ടോ. പിന്നീട് കാണിക്കുന്നത് ഭാവനയുടെ വീടാണ്. അവിടെ മായ ബാഗുകളെല്ലാം റെഡിയാക്കി വെക്കാൻ കേട്ടോ. ആ സമയത്താണ് അവിടേക്ക് ഭാവന കയറി വരുന്നത്. ഭാവന ചോദിക്കുന്നുണ്ട്, എന്താ അമ്മ, എന്തൊക്കെയാണ് ഇവിടെ നടന്നത് എന്ന്. ഇപ്പൊ ഗായത്രി പറയുന്നുണ്ട്, നടന്നതിന്റെ അടയാളമായിട്ടാണ് മായ ഇവിടുന്ന് എല്ലാം കെട്ടിപ്പെറുക്കി പോവാൻ നിൽക്കുന്നത് എന്ന് പറഞ്ഞിട്ട് ആ ബാഗ് കാണിച്ചു കൊടുക്കാൻ കേട്ടോ. അവൾക്ക് ഇവിടെ മതിയായി എന്ന്, നമ്മളൊക്കെ ഭരത്തിനെ കാണുന്നത് പോലെയാണ് അവളെയും നമ്മൾ കാണുന്നത് എന്നാണ് പറയുന്നത്. അപ്പോൾ ഭാവന മായ നോക്കുകയാണ്. അവൾ വീണ്ടും ബാക്കിയുള്ള ബാഗുകളുമായിട്ട് പുറത്തേക്ക് വരികയാണ് കേട്ടോ. ഭാവന ചോദിക്കണം, മായച്ചി അതിന് മാത്രം എന്താ ഇവിടെ ഉണ്ടായത്? ഭരത്തിന്റെ സ്വഭാവം ചേച്ചിക്ക് അറിയുന്നതല്ലേ, അവൻ എന്നോട് കാണിക്കുന്നതും കണ്ടതല്ലേ. അപ്പോൾ മായ പറയുന്നുണ്ട്, ഭാവനയെ പോലെ അത്ര വിശാല മനസ്സൊന്നും എനിക്കില്ല, ഞാനൊരു സാധാരണ പെണ്ണാണ്, എല്ലാം ഉള്ളിലൊതുക്കി കഴിയാൻ എനിക്ക് അറിയില്ല. ഇനി ഞാൻ ഇവിടെ നിന്നാൽ പൊട്ടിത്തെറിച്ചു പോകും, അത് നിങ്ങൾക്ക് എല്ലാവർക്കും വിഷമമാകും. ഇനിയും ഞാൻ ഈ വീട്ടിലിരുന്നാൽ ഭരത്തിനെ പോലെ നിങ്ങളും എന്നെ വെറുത്തു പോകും. ഇതെല്ലാം കേട്ടിട്ട് ഗായത്രി അമ്മയും ഭാവന എല്ലാവരും അന്തം വിട്ട് നിൽക്കാൻ കേട്ടോ.
മായേച്ചി അങ്ങനെയൊന്നും പറയല്ലേ. അവനെ തല്ലാനുള്ള അവകാശം സേതുവേട്ടനുണ്ടായിരുന്നു. അതിനാണ് അവൻ സേതുവേട്ടനെതിരെ കേസ് കൊടുത്തത്. ആ എസ് എന്നെ വിളിച്ചിരുന്നു. അവനെ കൊല്ലാൻ ശ്രമിച്ചെന്നാണ് പരാതി. ഇങ്ങനെ ഭാവന പറയാണ്. അപ്പോൾ മായ പറയുന്നുണ്ട്, അവനെതിരെ എന്നോടും കേസ് കൊടുക്കാൻ എസ് ഐ പറഞ്ഞതാണ്. പക്ഷെ ഞാനൊരു പരാതിയും കൊടുക്കാതിരുന്നത് അവനോട് ദേഷ്യമില്ലാഞ്ഞിട്ടൊന്നുമല്ല. ഇനി അത് കാരണം അവൻക്ക് ജോലിയെ ബാധിക്കണ്ട എന്ന് കരുതിയിട്ടാണ്. ഞാനൊരു സ്ത്രീയാണ്, എനിക്ക് ഇല്ലാത്തതും എല്ലാം കൂട്ടിച്ചേർത്തൊരു പരാതി നൽകാം. പക്ഷെ പിന്നീട് അവനൊരു ജോലി നേടാനാകാതെ ഓടുന്നത് ഞാൻ തന്നെ കാണേണ്ടി വരും. ഭാവന പറയുന്നുണ്ട്, മായച്ചി അവനിപ്പോൾ മറ്റേതോ ലോകത്താണ്. ഇനി നോക്കിക്കോ, അവന് ജോലിക്കുള്ള ഓർഡർ വന്നാലും അവൻ നമ്മളോട് ആരോടും പറയാൻ പോകുന്നില്ല. അതെന്തുമായിക്കോട്ടെ, സേതുവേട്ടൻ വന്നാൽ ഉടനെ ഞാൻ പോകുമെന്ന് പറയാണ്. ഭാവന പറയുന്നുണ്ട്, മായച്ചി ഇങ്ങനെ അരുതാത്ത തീരുമാനങ്ങളൊന്നും എടുക്കല്ലേ. മായ പറയുന്നത്, ഇനിയും ഇവിടെ കെട്ടിലമ്മയായി ജീവിക്കാനും ആരുടെ ഔദാര്യത്തിലും ഞാൻ ഇനി ഇവിടെ ജീവിക്കുന്നില്ല. ഞാനും നോക്കട്ടെ എനിക്ക് ജീവിക്കാൻ പറ്റുമോ എന്ന്, എനിക്ക് മതിയായി എന്ന് പറഞ്ഞിട്ട് മായ കരയാണ് കേട്ടോ. ഇതെല്ലാം കണ്ടു നിൽക്കുന്ന ഭാവന ആകെ തകർന്നു പോവാണ്. എല്ലാം കേട്ട് നിൽക്കുന്ന ഗായത്രി ഇരിക്കിടന്ന് എണീറ്റിട്ട് പറയാണ്, എങ്കിൽ നീ ഇപ്പോൾ തന്നെ ഇറങ്ങിപ്പോ. ഇനിയും ഗതി കെട്ടാത്ത ഈ വീട്ടിൽ നീ ജീവിക്കണ്ട. എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് രക്ഷപ്പെട്ടു പോ. എല്ലാവരും അവനവന്റെ സൗകര്യത്തിന് പോയി ജീവിക്കേ. ഇവിടെ ആരും തടയത്തില്ല. ഇത് കേൾക്കുമ്പോൾ ഭാവന അമ്മയെ പോയി പിടിച്ചിട്ട് പറയാണ്, അമ്മയൊന്നും മിണ്ടാതിരിക്കും. മായച്ചി ഭയത്തിനോട് ദേഷ്യത്തിന് പറയുന്നത്. എല്ലാവരും അവനവന്റെ സൗകര്യത്തിന് പോയി ജീവിക്കട്ടെ. ഇവളെയൊക്കെ നെഞ്ചിൽ കെട്ടി സ്നേഹിച്ചതിനുള്ള എനിക്ക് കിട്ടിയ ശിക്ഷയാണ് ഇതെല്ലാം. ഇങ്ങനെ പറഞ്ഞിട്ട് ഗായത്രി കരയാൻ. ഇപ്പോൾ ഭാവന പറയുന്നുണ്ട്, അമ്മയും കൂടി ഇനി ഇങ്ങനെ തുടങ്ങല്ലേ. ഇതെല്ലാ വീട്ടിലുമുള്ള പ്രശ്നമാണ്. മായ പറയുന്നുണ്ട്, ഭാവന ഞാൻ വലിയ സുഖ സൗകര്യങ്ങൾ തേടിയല്ല പോകുന്നത്. ഇനിയുള്ള കാലമെങ്കിലും എനിക്ക് ആത്മാഭിമാനത്തോടെ ജീവിക്കണം. ഇവിടെ നിന്നാൽ ചിലപ്പോൾ എന്റെ സ്വഭാവം തന്നെ മാറിപ്പോകും. പെട്ടെന്ന് മറന്നു പോകുന്ന മനസ്സും എപ്പോ വേണമെങ്കിൽ നിലച്ചു പോകുന്ന ശ്വാസവുമായിട്ട് നമ്മൾ ഓരോരുത്തരും ജീവിക്കുന്നത്. അതിനിടയിൽ വീണ് കിട്ടുന്ന കൊച്ചു നിമിഷങ്ങൾ ജീവിതത്തിൽ സന്തോഷിക്കാനും ആസ്വദിക്കാനും പറ്റിയില്ലെങ്കിൽ ഈ ജീവിതം കൊണ്ടൊരു പ്രയോജനവുമില്ല. നമ്മൾ മറ്റുള്ളവർക്കൊരു ഭാരമായി തീരുന്നതിന് മുൻ നിശബ്ദമായിട്ട് കടന്നു പോകുന്നതാണ് നല്ലത്. നമ്മളെ മനസ്സിലാക്കാത്തവരെ വാക്കുകൊണ്ട് മുറിവേൽപ്പിച്ചിട്ട് എന്താ കാര്യം. ഇപ്പോൾ ഭാവന ഗായത്രിയോട് പറയുന്നുണ്ട്, മായച്ചിക്ക് ഇപ്പോൾ നമ്മളെ ദേഷ്യം കൊണ്ട് സ്നേഹിച്ചവർ നമ്മളെ തള്ളി പറയുമ്പോൾ നമ്മുടെ നെഞ്ചിനകത്തുണ്ടാവുന്ന നീറ്റൽ, അതാണ് ഇപ്പോൾ മായച്ചിക്കുള്ളത്. മായച്ചി ഇവിടെ നിന്ന് എങ്ങും പോകില്ല എന്ന് ഭാവന പറയാണ്. ഇത് കേൾക്കുമ്പോൾ മായ, ഞാൻ പോകും ഭാവനെ, ഞാൻ നേരത്തെ തന്നെ തീരുമാനിച്ചുറപ്പിച്ചതാണ്. ഇത് കേൾക്കുമ്പോൾ ഗായത്രി പറയുന്നുണ്ട്, നീ പൊക്കോ മായേ, ഇപ്പോൾ നീ ചെയ്യുന്നത് ദൈവനിന്ദയാണ്. ദൈവം നമുക്ക് തരുന്ന അനുഗ്രഹങ്ങൾ അറിയണമെങ്കിൽ മറ്റുള്ളവർ അനുഭവിക്കുന്ന വേദനയും നൊമ്പരങ്ങളുടെയും ഭാരം നമ്മളൊന്ന് ചുമന്നു നോക്കണം. അപ്പോൾ അറിയാം ഈ ജീവിതം ഭാരമാണോ ഭാഗ്യമാണോ എന്ന്. ഇങ്ങനെ പറഞ്ഞിട്ട് ഗായത്രി ഭാവനെ പോയി പിടിക്കാൻ കേട്ടോ. നിനക്കിതൊന്നും മതിയാകുന്നില്ലേ? ഈ വീട്ടിലുള്ളവരുടെ വെറുപ്പ് സമ്പാദിച്ചിട്ട് നിനക്കെന്ത് കിട്ടാനാ? നിനക്ക് തൃപ്തിയാകുന്നില്ലേ? ദൈവത്തെ ഓർത്ത് ഇനി ഈ വീട്ടിലുള്ള ആരുടെയും കാര്യത്തിൽ നീ ഇടപെടരുത്. നിന്നെ ഒരുത്തരുടെ കയ്യിൽ ഏൽപ്പിച്ചതാ. കരുണ തോന്നിയിട്ട് ആ സൂര്യ ചെറുക്കൻ നിന്നെ കൂടെ കൂട്ടി. പോ, ഇനി കിട്ടിയതും കൊണ്ട് പോകാൻ നോക്കടി പോ എന്നൊക്കെ പറയട്ടെ ഭാവന നിന്ന് കരയാണ്. ഗായത്രിയും അതുപോലെ തന്നെ കരയുന്നുണ്ട് കേട്ടോ. എനിക്കങ്ങനെ നിങ്ങൾ ഉപേക്ഷിച്ച് പോകാൻ കഴിയില്ല, ഇതെന്റെ കടമയാണ് എന്നൊക്കെ ഭാവന പറയുമ്പോൾ, മിണ്ടരുത് നീ എന്ന് പറയട്ടെ ഗായത്രി. ഒരു കടമ, ജീവിതത്തിൽ ആരുടെയും ചിരപ്പാകരുത് നീ. ജീവിതത്തിൽ എത്ര വില കൂടിയതായാലും എത്ര കാലം നമ്മളെ താങ്ങി തള്ളി നടന്നാലും ഒരു വള്ളി വലിച്ചെറിയുന്ന ബന്ധമേ അതിനുള്ളൂ, മനസ്സിലാക്ക് നീ എന്ന് പറയട്ടെ ഭാവനയോട്. ഇതെല്ലാം കേട്ട് ഭാവന മിണ്ടാതെ നിൽക്കുകയാണ്. ഇനിയും നിന്നെ ഞാൻ അതിനനുവദിക്കില്ല. സേതു പോലീസ് കേസിൽപ്പെട്ട് അകത്തായത് കൊണ്ട് അവനെ ഇറക്കാൻ പ്രാപ്തയായ ഒരു ഭാര്യ അവനുണ്ട്. ഭരത് പോലീസ് കയറുകയോ അല്ലെങ്കിൽ വല്ലവന്റെ വീട്ടിലും പോയി താമസിക്കട്ടെ. നീ എന്തിനാണ് അതിനെയെല്ലാം ചോദ്യം ചെയ്യുന്നത്? അവന്റെ കാര്യങ്ങൾ തീരുമാനിക്കാനുള്ള പ്രാപ്തിയായി. ഭാമയും അവൾക്ക് ഇഷ്ടപ്പെട്ട പയ്യനെ കണ്ടുപിടിച്ച് നാട്ടുകാരുടെ മുന്നിലെല്ലാം നമ്മളെ നാണം കെടുത്തി വിവാഹം കഴിച്ചവളാണല്ലോ. ഇനി അവൾ അവളുടെ കുടുംബം നോക്കിക്കോളും. ഇനി നീ അവരുടെ കാര്യത്തിൽ ഇടപെടരുത്. ഇനി നീ ഈ വീട്ടിലുള്ള ആരുടെ സ്നേഹം ഇരന്ന് വാങ്ങാൻ നിൽക്കരുത്. ഇനി ഈ വീടിന് നിന്നെ വേണ്ട. നീ ഇവിടെ ഉണ്ടെങ്കിൽ എന്റെ മക്കളൊന്നും ഗതി പിടിക്കില്ല ഇവിടെ എന്നൊക്കെ പറയേണ്ട ഗായത്രി. പിന്നീട് പോയിട്ട് മായയുടെ ബാഗും സാധനങ്ങളൊക്കെ എടുത്തിട്ട് മായയുടെ കയ്യിൽ കൊടുക്കുകയാണ്, പിടി എന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് മായയെ പിടിച്ചുകൊണ്ട് തള്ളിക്കൊണ്ട് പോയി പുറത്തേക്ക് ഇറക്കാൻ കേട്ടോ. ശേഷം ഭാവനയുടെ അടുത്തേക്ക് പോയിട്ട് ഇടങ്ങടി ഇവിടേക്ക് എന്ന് പറഞ്ഞിട്ട് പുറത്തേക്ക് കാണിക്കുകയാണ്. എന്നിട്ട് രണ്ടുപേരെയും പിടിച്ച് പുറത്തേക്ക് തള്ളുകയാണ് കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, പോയിക്കോ. ഭാവന, അമ്മ എന്തായി കാണിക്കുന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഗായത്രി, നീയൊക്കെ പോകുമ്പോൾ ഒരുമിച്ച് പോയിക്കോ, ആരും വേണ്ട ഇവിടെ എന്ന് പറയാൻ കേട്ടോ. അപ്പോൾ ഭാനു വന്നിട്ട് പറയുന്നത്, അമ്മ എന്തായി കാണിക്കുന്നത്? എല്ലാവരെയും പുറത്താക്കിയാൽ ഈ വീട്ടിലെ പ്രശ്നം തീരുമോ? നീ മിണ്ടരുത്, നിനക്ക് പോകണമെങ്കിൽ നീയും പൊക്കോ ഇവരുടെ കൂടെ എന്ന് ഗായത്രി പറയട്ടെ ഭാനുവിനോട്. ഇനി ഇവിടെ നിന്ന് രണ്ടെണ്ണം കൂടെ എന്റെ മനസ്സ് മാറ്റാമെന്ന് വിചാരിക്കേണ്ട, പൊക്കോണം ഇവിടെ നിന്ന് പറഞ്ഞിട്ട് ഭാനുവിന്റെ കൈ പിടിച്ചിട്ട് അകത്തേക്ക് പോയി ഡോർ അടക്കുക കേട്ടോ. അപ്പോഴാണ് അവിടേക്ക് അരുന്ധതി പെട്ടിയുമായിട്ട് ഇറങ്ങി വരുന്നത്. ഇത് കണ്ട് ഡോർ അടച്ച് ഗായത്രി ഡോർ ഓപ്പൺ ചെയ്യാണ്. അതുപോലെ തന്നെ ഭാവനയും മായയും ഒക്കെ ആകെ ഷോക്കായി ഇവളെന്തായി ചെയ്യുന്നത് എന്ന നിലപാടിലൂടെ നോക്കി നിൽക്കുകയാണ് കേട്ടോ. അരുന്ധതി ആവട്ടെ ഇവർ പുറത്താക്കിയതും തൊട്ട് കൂടെ തന്നെ ഒരുപാട് ബാഗുകളൊക്കെ കണ്ടിട്ട് ആകെ ഷോക്കായിട്ട് ചോദിക്കുകയാണ്, എന്താ ചേച്ചി, എന്താ ഇവിടെ പ്രശ്നമെന്ന് ഭാവനോട് ചോദിക്കുകയാണ്. ഭാവന, ഒന്നുമില്ല മോളെ, നീ എന്താ ബാഗൊക്കെ ആയിട്ട് നീ എവിടെയൊക്കെ പോകുന്നത് ചോദിക്കുകയാണ്. ഞാൻ ഇവിടെയൊക്കെ തന്നെയാണ്, ഇനി മുതൽ ഞാൻ ഇവിടെ താമസിക്കുന്നത് പറയട്ടോ. ഇത് കേട്ട് എല്ലാവരും ഒന്ന് അത്ഭുതത്തോടെ നിൽക്കുന്നതാണ് കാണിക്കുന്നത്. പിന്നീട് കാണിക്കുന്നത് ഭാവന
പോലീസ് സ്റ്റേഷനിലെത്താൻ കേട്ടോ. അങ്ങനെ പോലീസ് സേതുവിനെ വിളിക്കുന്നുണ്ട്. SIയോട് ഭാവന കാര്യങ്ങളൊക്കെ പറയാനുണ്ടോ, വീട്ടിലുണ്ടായ സാഹചര്യങ്ങളൊക്കെ. ഭരതൻ ഇപ്പോൾ വന്ന മാറ്റത്തിന്റെ പിന്നിൽ അംബാലികയാണെന്നും അംബാലികയും അനിരുദ്ധനും കൂടിയിട്ട് ഭരതന്റെ സ്വഭാവമാകെ മാറ്റിയിരിക്കുകയാണ്. അതിന്റെ പ്രതിഫലനമായിട്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. ദയവ് ചെയ്ത് സാർ ഈ കേസ് പിൻവലിക്കണം. ഇതൊക്കെ വെറും അവന്റെ ഇന്നത്തെ വാശിയുടെ പുറത്തെടുത്ത തീരുമാനമാണ്. നാളെ ഇതെല്ലാം അറിയുമ്പോൾ അവൻ തന്നെ കുറ്റബോധമുണ്ടാകും. അതുകൊണ്ട് ഞാൻ സേതുവിനെ ഇറക്കിക്കൊണ്ടുപോകാൻ വന്നതാണ് സാർ. ദയവ് ചെയ്ത് സാർ FIR ഒന്നും ഇടരുത്. ഇത് അതിന് മാത്രമുള്ള കേസൊന്നുമില്ല. മാത്രമല്ല അവൻ കൊലപാതക ശ്രമം നടത്തി എന്നുള്ളൊരു തെളിവൊന്നും അവർക്ക് പ്രൂവ് ചെയ്യാൻ കഴിയില്ല. അങ്ങനെ SI ഓക്കെ ഭാവനയോടുള്ള പരിചയത്തിന് പുറത്തും ഈ കേസിൻ്റെ ഗതിയെക്കുറിച്ച് കൂടുതൽ അറിയാവുന്നത് കൊണ്ടും ഞാൻ ഇപ്പോൾ FIR ഒന്നും ഇടുന്നില്ല. പക്ഷേ ഇനിയും ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ അരങ്ങേറുകയാണ്. തെളിവുകളൊക്കെ ശക്തമായെന്ന് കണ്ടാൽ പിന്നീട് ഇതൊന്നും പറഞ്ഞിട്ട് കാര്യമുണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞിട്ട് സേതുവിനെ വിട്ടയക്കാൻ വേണ്ടിയിട്ട് പറയാൻ കേട്ടോ. പിന്നീട് കാണിക്കുന്ന അംബാലികയുടെ വീടാണ് കേട്ടോ. അവിടെ ഭരത് ചോദിക്കുന്നുണ്ട്, ഇത്ര നേരമായിട്ടും അരുന്ധതിയൊന്നും കണ്ടില്ലല്ലോ ആൻറ്റി, ശരിക്കും അവൾ എവിടെ പോയി കാണുക, ആൻറ്റിക്ക് അറിയാമെന്ന് ചോദിക്കുമ്പോൾ അംബാലികയുടെ മുഖത്തൊരു പരുങ്ങലും ഇതൊക്കെ കാണുന്നത് കണ്ടപ്പോൾ അവന് സംശയം തോന്നുകയാണ്. ആ സമയത്ത് അങ്ങോട്ട് പ്രതാപനും വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അദ്ദേഹമാണ് പറയുന്നത്, അരുന്ധതി നിന്റെ വീട്ടിലേക്കാണ് പോയത്, അവൾ ഇനി ഒരിക്കലും ഇങ്ങോട്ടേക്ക് തിരിച്ചു വരില്ല എന്നാണ് പറഞ്ഞത്. നീ അമ്മയുടെ വാക്കും കേട്ട് സേതുവിനെതിരെ കേസൊന്നും കൊടുക്കണ്ടായിരുന്നു ഭരത്തെ. അതിനെതിരെ പ്രതിഷേധിച്ചിട്ടാണ് അവൾ ഇനി ഒരിക്കലും ഇങ്ങോട്ടേക്ക് തിരിച്ചു വരില്ലെന്ന് പറഞ്ഞിട്ട് പോയത്. നീ അമ്മ പറഞ്ഞത് കേട്ട് നിന്നാൽ അരുന്ധതി ഒരിക്കലും ജീവിതത്തിൽ നിനക്ക് കിട്ടില്ല. അഥവാ അവളെ പിടിച്ചു വലിച്ചു കൊണ്ടുവന്നാൽ അവൾ ആത്മഹത്യക്ക് ശ്രമിക്കുമെന്നൊക്കെയാണ് പറഞ്ഞതെന്ന് പറയാൻ കേട്ടോ. ഇതൊക്കെ കേൾക്കുമ്പോൾ ഭരതന് വല്ലാതാവുന്നുണ്ട്. അങ്ങനെ അവന് ഞാൻ എന്തായാലും അരുന്ധതിയെ ഇങ്ങോട്ട് കൊണ്ടുവന്നേ തീരൂ എന്ന് പറഞ്ഞിട്ട് വാശിയോട് കൂടി അവിടെ നിന്ന് ഇറങ്ങി പോവാണ്. പിന്നീട് കാണിക്കുന്നത് ഭാവനയുടെ വീട്ടിലെ സേതു വന്നെയും കൊണ്ട് ഭാവന എത്തുകയാണ് കേട്ടോ. അവനെ കണ്ടതും അമ്മക്ക് ഭയങ്കര സന്തോഷമാവുകയാണ്. മായക്കും എല്ലാവർക്കും കേട്ടോ. അരുന്ധതി വന്നതിന് ശേഷം എല്ലാവരെയും അവൾ തിരിച്ചു പിടിച്ച് അകത്തേക്ക് അയക്കിയതായിരുന്നു. അപ്പോൾ ഇനി മുതൽ സേതുവേട്ടൻ ഇവിടെ വേണം, നമുക്ക് പഴയതുപോലെ ജീവിക്കാം. അരുന്ധതി പറയുന്നുണ്ട്, ഈ ഒരു സന്തോഷമാണ് മായേച്ചി ഭാവനേച്ചി ഞാൻ എന്നും ആഗ്രഹിച്ചത്, അത് നമുക്ക് എന്നും ഇവിടെ നിലനിർത്തണം എന്നൊക്കെ പറയാണ്. ആ സമയത്താണ് അങ്ങോട്ട് ഭരത് കയറി വരുന്നത്. ഭരതനെ കണ്ടപ്പോൾ ഭാവനയൊക്കെ പറയുന്നുണ്ട്, ആഹാ ഭരതും ഇവിടെ വന്നല്ലോ, ഇപ്പോൾ നമ്മുടെ കുടുംബം പൂർണ്ണമായി, പഴയതുപോലുള്ള സന്തോഷങ്ങളെ നമുക്ക് വീണ്ടെടുക്കണം എന്നൊക്കെ പറയുമ്പോൾ ഭരത് പറയാണ്, ഞാൻ നിങ്ങളുടെ സുഖസന്തോഷങ്ങൾ അന്വേഷിക്കാൻ വേണ്ടി വന്നതല്ല, എൻ്റെ ഭാര്യയെ തിരിച്ചു കൊണ്ടുപോകാൻ വന്നതെന്ന് പറയാൻ കേട്ടോ. അപ്പോൾ അരുന്ധതി പറയുന്നുണ്ട്, ഞാൻ വന്നില്ലെങ്കിലോ, ഞാൻ ഇനി ഇവിടെ ഒന്നും വരില്ല, ഭരതേട്ടൻ എന്ന് സേതുവേട്ടനുമായിട്ട് നന്നാവുന്നോ അന്നേ ഞാൻ തിരിച്ചു വരൂ എന്നൊക്കെ പറയാണ്.